ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. ഇന്ന് ഞാൻ ചെടികളുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന വളപ്രയോഗ രീതികളും എങ്ങനെയാണ്, ഏതാണ്, എന്തൊക്കെയാണ് എന്നുള്ള ചെറിയ ചെറിയ എൻ്റെ കൃഷിത്തോട്ടത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം തന്നെ എല്ലാം നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പോൾ എല്ലാം ഒരു ഓർഡർ ഇല്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന പോലെയാണ് ഗ്രോ ബാഗൊക്കെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. അറേഞ്ച് ചെയ്ത് വെച്ചാലാണ് നമുക്ക് കൃഷി ചെയ്യാനും ഒരു മൂഡ് വരുള്ളൂ. എല്ലാം ചെയ്യാനും ഒരു മൂഡ് വേണമെങ്കിൽ അതിൻ്റെതായ പ്രോപ്പറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. അതിനായിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഗ്രോ ബാഗ് ഒരു സൈഡിലോട്ടായിട്ട് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ടെറസും ഗ്രോ ബാഗും തമ്മിൽ ഗ്യാപ്പ് വേണം. അതിന് ഞാൻ ഇനി സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ചിരട്ട വെച്ചിട്ട് സ്റ്റാൻഡ് പോലെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ സ്റ്റാൻഡിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റാണ്. അത് ഇട്ടിട്ട് വേണം നമ്മൾ കുറച്ച് ആ മണ്ണ് ഇടുക. എന്നതിന് ശേഷം നമ്മൾ പച്ചക്കറീൻ്റെ വേസ്റ്റ്, ചീരയുടെ വേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നിത്യം നമ്മൾക്ക് അടുക്കള വേസ്റ്റ് ഉണ്ടാവുമല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമാണ്. അല്ലാതെ ഞാൻ ഭക്ഷണ സാധനങ്ങളൊന്നും ഇടാറില്ല. വെറും പച്ചക്കറിയുടെ തൊലികൾ, മുട്ടത്തോട്, ചായപ്പൊടി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഇതുപോലത്തെ പഴയ ബക്കറ്റൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും കളയരുത്. അതെല്ലാം നമുക്ക് കൃഷിക്കാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട്. ഇനി ദിവസവും നമുക്ക് പച്ചക്കറിയുടെ തൊലികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ ഇട്ടിട്ട് ലെയറായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. മണ്ണോ വേറെ എന്തെങ്കിലും കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇത് നിറച്ച് വെച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടാറുണ്ട് എനിക്ക്. അപ്പം ഇനി കുറച്ചൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കണം. എന്നും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കാറുണ്ട്. ഈ ടെറസിലല്ലേ, അപ്പോൾ നല്ല വെയിലും ഇതൊക്കെയാണ്. ഇപ്പം ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ ചീരയും എല്ലാം ഒന്ന് വാടിത്തളരുന്ന പോലെ ഉണ്ടാവും. രാവിലെയും വൈകുന്നേരവും ഒഴിച്ചാൽ തന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ചെടികളൊക്കെ അങ്ങ് വാടിത്തളർന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ചെടികൾക്ക്. അതിനായിട്ട് ഞാൻ റെഡിയാക്കി വെക്കുവാണ്. അപ്പോൾ നേരത്തെ ഇതും കിച്ചൺ കമ്പോസ്റ്റ് കമ്പോസ്റ്റാണ്. പിന്നെ അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഡോളോമൈറ്റും പിന്നെ എല്ലുപൊടി, ബോൺ മീലും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം അത്രേ ചേർക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പല്ലേ നമ്മൾ കമ്പോസ്റ്റൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അന്നേരം മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. എപ്പോഴും ഒരേപോലെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മാറ്റി ഇടുമ്പോഴല്ലേ അതിൻ്റെതായ ബെറ്റർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒന്ന് വെള്ളം തെളിക്കുക. എന്നതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ സെക്കൻഡ് ഡേ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡോളോമൈറ്റ് ആയത് കാരണം നമുക്ക് സെക്കൻഡ് ഡേ തന്നെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ 1 വീക്കെങ്കിലും ആവണം ഈ കുമ്മായൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് വളം ഇടുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചെടികൾ ഇങ്ങനെ മഞ്ഞളിച്ചേല, മറ്റേ കരിഞ്ഞുണങ്ങിയ ഇല, അങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുക. പിന്നെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോയിൽ. കുപ്പിയിൽ ഞാൻ ഇതുപോലെ പഴത്തൊലിയും മുട്ടത്തോടൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമ്പോസ്റ്റാണ് ഇത്. അതിപ്പോൾ കമ്പോസ്റ്റായി വന്നു. അത് അതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ചെടികൾ, തക്കാളിയെല്ലാം ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ പോകുമല്ലോ കാറ്റിനും ഒക്കെ. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടിനായിട്ട് ഞാൻ കൊള്ളിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. കമ്പൊക്കെ കുത്തിയിട്ട് അതിന് ഒന്ന് കെട്ടിയൊക്കെ കൊടുക്കുക. പിന്നെ ഇത് ഞാൻ ഒഴിക്കുന്നത് ഫെർട്ടിലൈസറാണ്. നമ്മുടെ കഞ്ഞി വെള്ളം, അരി കഴുകിയ വെള്ളം, പരിപ്പ് കഴുകിയ വെള്ളം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ ഇന്ന് പിന്നെ ഉണ്ടായിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റാണ് കണ്ടില്ലേ, ഉള്ളിത്തൊലി പുതിനയുടെ വേസ്റ്റ് ഒക്കെയാണിത്. അതും കൂടി അതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നിത്യം ഉണ്ടാകുന്ന ഈ പച്ചക്കറികളുടെ വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ, ചെടികൾക്ക് പ്രയോജനപ്പെടുത്താം. റീയൂസ്ഡ് പോലെ ആയില്ലേ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഡേ ആണ് ഞാനിനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ കമ്പോസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ബ്ലാക്ക് കളറായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം നമ്മൾ. ഇതിനാണ് നല്ല വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് ഈ ചെടികൾ നട്ടു വളർത്താൻ വലിയ അറിവൊന്നുമില്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കി കണ്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു കൃഷിത്തോട്ടം ഞാൻ സംഘടിപ്പിച്ചത് യൂട്യൂബ് വഴിയാണ്. അപ്പോൾ ഇനി എല്ലാത്തിനും നമുക്ക് ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഗ്ലൗസ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് എല്ലാത്തിനും ആദ്യം മണ്ണ് ഒക്കെ ഇളക്കി കൊടുക്കുക. മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ച് നിന്നിട്ടുണ്ടാവും. അതിലിടയ്ക്ക് ഓരോന്നിൻ്റെയും സൈഡിലൂടെ തക്കാളി തൈ, മുളക് തൈ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നല്ല തൈയാണെങ്കിൽ ഞാൻ പിഴുത് മാറ്റിയിട്ട് വേറൊരു ഗ്രോ ബാഗിലോട്ടേക്ക് സെപ്പറേറ്റ് നടാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നിനും ഈ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെടികളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ജോലിയുള്ള കാര്യമാണ്. നമ്മൾക്ക് പേഷ്യൻസും വേണം, നമ്മൾക്ക് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റും കൂടി വേണം ഇതിൽ. എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും സക്സസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഒരു പൂവോ ഒരു ചെടിയോ ഒന്നും എനിക്ക് നടാൻ അറിയില്ലായിരുന്നു. യൂട്യൂബ് നോക്കി കണ്ട് പഠിച്ചിട്ട് എന്താ പറയുക, എനിക്കാവശ്യത്തിനുള്ള പച്ചക്കറികൾ എനിക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ ടെറസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ വേസ്റ്റാക്കി കളയുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാലോ. ഇനി ആ ഭാഗം കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തോട്ടൊക്കെ നടണം. ചീരയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്, അതിനൊക്കെ ഇട്ട് കൊടുക്കുക. പയറുമായിട്ടുണ്ട്, പയറിനും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചെടികൾക്കും ഞാൻ വളമൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചു. ഇത് രാവിലെയാണ് ചെയ്തത്. അങ്ങനെ വൈകുന്നേരം പിന്നെ കുറച്ച് പണികളേ ഉള്ളൂ. അപ്പോൾ ഈ മഞ്ഞളിച്ച ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. കാരണം വെച്ചാൽ നമ്മൾ വളങ്ങൾ ഇട്ടാൽ ഇതൊക്കെ ആയിരിക്കും ആദ്യം വലിച്ചെടുക്കുന്നത്. പിന്നെ ചെടികൾ വേഗം അങ്ങ് ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ ഈ ഉണങ്ങിപ്പോയ ഇങ്ങനെ ചെറിയ ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇപ്പം രാവിലെ പിന്നെ വെയിലായത് കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്യുക. ഇനിയിപ്പം വേനൽക്കാലമല്ലേ, വേനൽക്കാലത്ത് ഈ ടെറസിലൊക്കെ ഭയങ്കര വെയിലായിരിക്കും. ഇനിയിപ്പോൾ കൂടുതലൊന്നും നടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മെയ് ലാസ്റ്റ് ജൂണിലൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നേ തോന്നുന്നുള്ളൂ. പിന്നെ ഇപ്പം തക്കാളിയുടെ ഒക്കെ സീസണൊക്കെ കഴിയാറായല്ലോ. ഞാനിങ്ങനെ ഓരോ കമ്പ് കുത്തി കൊടുത്തിട്ട് തക്കാളീനെയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടുകയാണ്. ഇനി വൈകുന്നേരത്തെ വെള്ളമൊഴിപ്പാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എല്ലാത്തിനും വെള്ളമൊഴിച്ച് എല്ലാം ഒരു വിധത്തിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല സ്റ്റാൻഡൊക്കെ വന്നിട്ട് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യണം. ഇനി ഈ വെയിൽ സമയത്ത് നടക്കുമോ എന്തോ അറിയില്ല, നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. Thank you for watching.